ഖാൻ്റെ കൂടെ കരാട്ടെ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മൂവി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ ഒരു ഇത് വന്നു. അതേപോലെ തന്നെ ഇപ്പോൾ മമ്മൂക്ക ഡൊമിനിക്കിൽ വന്നിട്ട് ഭയങ്കര അഭിപ്രായമാണ്. നിങ്ങളുടെ കോംബോ ഭയങ്കരമായിട്ട് ഒരു കെമിസ്ട്രി വർക്കായി എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. എങ്ങനെ ഉണ്ടായിരുന്നു അത്? അതിൻ്റെ ഒരു വിശേഷം എന്താണ്? നല്ല റിവ്യൂസ് വന്നു. അദ്ദേഹത്തിനെ പോലെ ഒരു ലെജൻഡറി വെറ്ററൻ യങ്സ്റ്റർ അങ്ങനെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു കാലഘട്ടത്തിൽ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ വളരെ ജൂനിയറായിട്ടുള്ള എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ പ്രസൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെ എനിക്ക് മാസ്റ്റർ പീസിന് ശേഷം ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് സ്ക്രീൻ പ്രസൻസ് ഒരുമിച്ചുള്ള സ്ക്രീൻ സ്പേസ് ഒരുമിച്ചുള്ള ഒരു സിനിമ ചെയ്യണമെന്ന്. അത് ഗൗതം മേനോൻ സാറിൻ്റെ പടത്തിൽ വന്നത് ഭയങ്കര സന്തോഷം. നല്ല റിവ്യൂസ് അതിന് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഓടുന്നുണ്ട്. അച്ഛൻ ഡൊമിനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, അച്ഛൻ കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ. ഇനി അടുത്ത് വരാൻ പോകുന്ന റിലീസിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? എൻ്റെ മൂവിൻ്റെ സുമതി വളവ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നു. ഒറ്റക്കൊമ്പനിൽ അഭിനയിക്കാൻ പോകുന്നു. ഫഹദ് ഖാൻ്റെ കൂടെ കരാട്ടെ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു മൂവി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഡയറക്ഷൻ? കരാട്ടെ ചന്തുവിൽ ആരാണ് ഡയറക്ഷൻ? ദിലീഷേട്ടൻ്റെ കോ ഡയറക്ടറാണ്. ഐ മീൻ അവർ ചൈൽഡ്ഹുഡ് ബഡീസ് പോലെയായിരുന്നു. റോയ് ചേട്ടനാണ് ഡയറക്ട് ചെയ്യുന്നത്. ഡെബ്യൂ ആയിട്ട് ഡയറക്ട് ചെയ്യുന്നത്. പിന്നെ ഒറ്റക്കൊമ്പൻ. ഓ, അതിലും സുരേഷ് ഏട്ടൻ്റെ കൂടെ തന്നെയാണ്, അച്ഛൻ്റെ കൂടെ കോമ്പിനേഷൻ. പിന്നെ അതേപോലെ ഒരു യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് അരുൺ ചന്ദുവിൻ്റെ ഡയറക്ഷനിൽ മറ്റേ ഓക്കെ 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 ശരി. എക്സ്പെക്ട് ചെയ്യുന്നു ആ യൂണിവേഴ്സ്. ഓക്കെ ഓക്കെ ഓക്കെ.